ചെന്നൈ വന്നപ്പോഴത്തേക്കും ഓട്ടോ പിടിച്ച് IIT മദ്രാസ് വരെ പോയാലോന്നൊരാഗ്രഹം. കുറെ സ്റ്റുഡൻസ് അവിടെ ഉണ്ട്, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കഴിഞ്ഞ രണ്ടാമത്തെ ബാച്ചിൽ നിന്ന് പോയ ഒരുപാട് സ്റ്റുഡൻസ് കാണാനുണ്ട്. അപ്പം സ്റ്റുഡൻസിനെ കാണുന്നതിനപ്പുറം IIT മദ്രാസ്, IIT എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര MBBS-നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ MBBS-നേക്കാൾ ഒരു ടെക് ഫൗണ്ടറാണ് ഞാൻ, ടെക് ഫൗണ്ടറായി. അപ്പൊ എനിക്ക് ടെക്നോളജി എന്ന് പറയുന്ന സമയത്ത് എനിക്ക് IIT പഠിക്കാത്ത വളരെ വലിയൊരു സങ്കടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പസ് കാണുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ IIT മദ്രാസ് ക്യാമ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ക്യാമ്പസ് ആണ്. ഇന്ത്യയിലെ നമ്പർ 1 ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ ടെക് ഫൗണ്ടേഴ്സും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മെജോറിറ്റി ആളുകളും IIT-യിലായിരിക്കും. ഇപ്പൊ ഗൂഗിളിന്റെ അടുത്ത് സുന്ദർ പിച്ചൈ ഉൾപ്പെടെ എല്ലാവരും IIT-യിലാണ് പഠിച്ചത്. സോഹോയുടെ ഫൗണ്ടർ ശ്രീധർ വെബ് IIT മദ്രാസ് പ്രൊഡക്റ്റ് ആണ്. ഇനി നിങ്ങളിപ്പോ എടുത്തു കഴിഞ്ഞാല് ജെമിനി പോലെ തന്നെ അല്ലെ, ലോകത്ത് തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ബില്യണർ എന്ന് പറയുന്നത് അരവിന്ദ് ശ്രീനിവാസ്, പെർപ്ലെക്സിറ്റിയുടെ ഫൗണ്ടർ, ആളും IIT മദ്രാസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടെക് ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം പഠിച്ചിറങ്ങിയ ഒരു കോളേജ് കാണാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. എനിക്ക് അവിടെ പഠിക്കാത്തതിന് വളരെ സങ്കടമുണ്ട്. പക്ഷെ എന്റെ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം കൂടെ എനിക്ക് ഉണ്ട്. സങ്കടമുണ്ടെങ്കിലും ഇതൊരു സന്തോഷമാണ്. സൈലമിയൻസ് ഓരോ വർഷം എണ്ണം കൂടി വരുന്നുണ്ട്. ഇനി അത്രയധികം അല്ലെ, ഇന്ത്യയിലെ നമ്പർ 1 കോളേജിൽ ഇന്ത്യയിലെ മൊത്തം ആളുകൾ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കണം. അവിടേക്ക് ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസിനെ വിടാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പം അതില് കുറെ കുട്ടികൾ ഇന്നിപ്പോ അവൈലബിൾ, സൺഡേ ആണ് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്, അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ഫുഡ്, പിന്നെ അവരെങ്ങനെയാണ് പഠിച്ചതെന്ന് അവസാന സമയങ്ങളിൽ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം നമുക്ക് IIT മദ്രാസിലേക്ക് കയറാം. IIT ക്യാമ്പസിലൂടെ IIT-യിലെ ബസ്സിൽ നമ്മൾ എവിടേക്ക് പോവാണ്? IIT-യിലേക്ക് പോവാണ്. അപ്പൊ 5 കിലോമീറ്ററോളം ഒരു കാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് വേണം ക്യാമ്പസ്. ഇത് എത്ര ഏക്കറാ? ഇക്ബാൽ സാർ കറക്റ്റ് പറയും. 600 ഏക്കേഴ്സ്, 600 ഏക്കറിലായിട്ടാണ് IIT ക്യാമ്പസ് മൊത്തത്തിലുള്ളത്. ആ 600 ഏക്കറിൽ ഇങ്ങനെ ബസ്, ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് 20 മിനിറ്റ് കൂടുമ്പോൾ ഉണ്ട്. ഇവര് പറഞ്ഞ അറിവാണ്. അപ്പൊ അതിൽ കയറിയിട്ട് നമ്മള് ഏകദേശം 5 കിലോമീറ്ററോളം ട്രാവൽ ചെയ്താലാണ് ഹോസ്റ്റലിൽ അവിടെ എത്തുക. അതുകൊണ്ട് തന്നെ ഈ ബസ് 20 മിനിറ്റ് കൂടുമ്പോഴേ ഉള്ളത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും സൈക്കിൾ ഇവിടെ വാങ്ങും. അഡ്മിഷൻ ഡേയിൽ തന്നെ സൈക്കിള് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, അത് വാങ്ങാം. ഫൈനൽ ഇയർ ആകുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ട് പോവാ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം. അപ്പൊ സൈക്കിൾ ഉപയോഗിക്കുന്ന ഒരു ക്യാമ്പസ്, അതാണ് IIT-യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഹെൽത്തി ആയിരിക്കും അല്ലെ. ഡെയിലി എക്സസൈസ് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ചവിട്ടൂല്ലേ അല്ലേ? ഒരു മണിക്കൂർ എല്ലാ ദിവസവും സൈക്കിള് ഡ്രൈവ് ചെയ്യവര്. അപ്പൊ അത്രയും ഹെൽത്തി ആയിരിക്കും എല്ലാവരും. എക്സസൈസ് എന്തായാലും ഇവർക്ക് സൈക്കിൾ ഡ്രൈവ് ചെയ്യുന്നതോടെ തന്നെ കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധി എന്ന് പറയുന്നത് അല്ലെ. IIT മദ്രാസിലുള്ളവർക്ക് ബുദ്ധി കൂടുതലാ അല്ലെ. എല്ലാ ടെക് ഫൗണ്ടേഴ്സും ഇന്നലെ അരവിന്ദ് ശ്രീനിവാസിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലാള് പറയുന്നുണ്ട് ഇവിടെ ഇപ്പൊ ഡ്രോപ്പ് ഔട്ട്സ് ഒന്നും ടെക് ഫൗണ്ടേഴ്സ് ആവില്ല AI-യുടെ കാലഘട്ടത്തില്. AI ടൈമില് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ കോളേജിൽ പഠിച്ച് പേപ്പറുകൾ മാക്സിമം പബ്ലിഷ് ചെയ്യുന്ന ആളുകളാണ്. AI-യുടെ ടൈമിൽ ഏറ്റവും കൂടുതൽ പബ്ലിഷിംഗ് പേപ്പേഴ്സ് നന്നായി വായിക്കണം. ഈ അറ്റൻഷൻ ഓൾ യു നീഡ് എന്ന് പറഞ്ഞൊരു ഗൂഗിളിന്റെ 2017 വന്ന ഒരു പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് അവിടുന്ന് ഇറങ്ങിയ കുറച്ച് ആളുകളും കൂടെ ചേർന്ന് തന്നെയാണ് ഈ ഓപ്പൺ AI ChatGPT-യുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. എന്റെ ഹോസ്റ്റലിൽ നിന്ന് ക്ലാസ്സിലോട് 3 കിലോമീറ്റർ. അപ്പൊ എത്ര മണിക്ക് എഴുന്നേക്കും? ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോ 7:30 എഴുന്നേറ്റിട്ട് 8 മണിക്ക് സൈക്കിളൊക്കെ ചവിട്ടി രാവിലെ ഇറങ്ങും. ഓ, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയ സൈലത്തിന്റെ ഹോസ്റ്റലാണ് IIT-യുടെ ഹോസ്റ്റലിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞ പോയിട്ടാണ്. പറയാ. പിന്നെ എങ്ങനെയാ ക്ലാസിന്റെ ടൈമിംഗ് ഒക്കെ? ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ 50 മിനിറ്റാ, ബാക്കി 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ് തുടങ്ങും. അതായത് 50 മിനിറ്റ് ക്ലാസ് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത ലെക്ചർ ഹാളിലായിരിക്കും. അപ്പൊ വേറെ ബിൽഡിംഗ് ആയിരിക്കും, അതൊരു 2-3 കിലോമീറ്റർ അടുത്ത അകലെയായിരിക്കും. അപ്പം അവിടുന്ന് നേരെ ഇറങ്ങുക, സൈക്കിൾ എടുക്കുക, അടുത്ത ക്ലാസ്സിലോട്ട് പോവാ. വാവ്, നൈസ്. ക്ലാസിന്റെ പ്രത്യേകതകൾ എന്താണ്? ഒരു +2-ൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വ്യത്യാസം എന്തൊക്കെയാ തോന്നിയിട്ടില്ല? ക്ലാസ്സില് കൂടുതൽ സെൽഫ് സ്റ്റഡി ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ്. നമ്മള് സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കണം, അല്ലാണ്ട് സ്പൂൺ ഫീഡിങ് നിന്നു, ആ സംഭവം നിന്നു. സ്പൂൺ ഫീഡിങ് നിന്നു ഇല്ല. അല്ല, അപ്പൊ ഓരോ ലെക്ചർ ഒരാൾ വന്ന് ഈ ബുക്കുകൾ വായിക്കാൻ പറയുന്നു, അപ്പൊ അടുത്ത ആള് വന്നിട്ട് അടുത്ത ബുക്ക് വായിക്കാൻ പറയുമ്പോൾ ആ ബുക്കുകളെല്ലാം പർച്ചേസ് ചെയ്യുമോ നമ്മള്? അങ്ങനെയാണ്? അല്ല, നമ്മള് ലൈബ്രറിയിൽ പോയി നിങ്ങൾ ഓൺലൈൻ കോപ്പി ഉണ്ടാവും, നോട്ട്സും തരും.
ഓക്കെ, അതിനെങ്ങനെയാ കോമൺ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അത് അങ്ങനെയൊക്കെയാ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണ്, വെബ്സൈറ്റ് ഉണ്ട്, സൈറ്റ്, അതെല്ലാം പറഞ്ഞു തരും അല്ലെ, സോഴ്സുകളെല്ലാം പറഞ്ഞു തരും. ഒരു ക്യാമ്പസിനുള്ളിൽ മാൻ നിൽക്കുന്നുണ്ടല്ലേ, ഈ മാനിനെ തൊട്ട ഫൈനാ. IIT മദ്രാസിനകത്ത് മാനെയാണ് നിങ്ങൾ കാണുന്നത്. എവിടെ ക്യാമ്പസിൽ എവിടെ തിരിഞ്ഞാലും മാനായിരിക്കും. ഇതിനകത്ത് ഹോട്ടലൊക്കെ ഉണ്ട്, സൈത്തൂൻ ഹോട്ടലുണ്ട്, കുറേ ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. അപ്പം മാനെ കണ്ടപ്പോൾ ഞാൻ അവിടെ നിർത്തി. കാര്യം നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ക്യാമ്പസിനുള്ളിൽ മാന്, കുരങ്ങൻ, ഉള്ളു കാട്, ഏതാ വൈബ്, ഫുൾ വൈബാണ്, രസമുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ബാ. ഇക്ബാൽ സാറിന്റെ ഫേവറേറ്റാ സൈത്തൂൻ. സാർ എപ്പോഴും പറയും സൈത്തൂനിൽ പോകുന്ന കാര്യം. ഇതേ നിൽക്കുന്നു വെള്ളമാൻ. നേരത്തെ നമ്മൾ പോയപ്പോൾ അവർ പറഞ്ഞിരുന്നു വളരെ റെയറായിട്ടേ കാണുള്ളൂ എന്ന്, ഭാഗ്യം കൊണ്ടേ കാണാം. പക്ഷെ ഒരു കോളേജ് ക്യാമ്പസിനകത്ത് മാനെ കാണുന്ന ഒരു പ്രത്യേകത, അതും വെള്ളമാൻ. ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ട സാധനം സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന സ്ഥലം അല്ലേ. IIT മദ്രാസ് സത്യത്തിൽ സാധ്യതകളുടെ ഒരു വലിയ ലോകമാണ്. ഈ ഒരു എക്കോസിസ്റ്റം ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇന്നോവേഷൻ ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. റോബോട്ടിക്സ് ആയിക്കോട്ടെ, AI, മെഷീൻ ലേണിംഗ്, കോഡിങ്, അങ്ങനെ എല്ലാ അഡ്വാൻസ് ഫീൽഡുകളുമായിട്ട് 25-ന് മുകളിൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലബ്ബുകൾ ഇവിടെ ഉണ്ട്. ഈ ക്ലബ്ബുകളിൽ നിന്നും പല ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസിന് പോയ പ്രൊജക്റ്റുകളുടെ എക്സിബിഷൻസിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നിങ്ങൾക്കറിയാം, ഫ്യൂച്ചറിലെ ഗതാഗത മേഖലയിൽ വേഗം കൊണ്ട് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഹൈപ്പർ ലൂപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് IIT മദ്രാസിന്റെ ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പാണ്. നമ്മുടെ രാജ്യത്തിന്റെ റെയിൽവേ മിനിസ്റ്ററാണ് ഈ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തത്. പിന്നെ ഫുള്ളി ഇലക്ട്രിക് റേസിംഗ് കാറ്, സ്പേസിലേക്കുള്ള ഓട്ടോണമസ് റോബോട്ട്, ഇതൊക്കെ കാണുമ്പോഴാണ് ആക്ച്വലി ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഇവിടുത്തെ ഒരു വൈബും ഇതിന്റെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഡിസൈൻ ഉണ്ട് നമുക്ക്. ആ ഡിസൈനിൽ നമ്മൾ ആദ്യം 3D മോഡൽ ഉണ്ട്. അപ്പോൾ ഡിസൈൻ ആ ഡിസൈനിന്റെ 3D മോഡൽ ഓരോ ലെയർ ആയിട്ട് മുറിക്കും. ഇവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ലെയർ, ആദ്യത്തെ ഒരു ലെയർ ആയിരിക്കും ആദ്യം ചെയ്യുന്നത്, പിന്നെ അടുത്ത ലെയർ ചെയ്യും. അങ്ങനെ നമുക്ക് ലെയർ ബൈ ലെയർ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് ഫൈനലി നോക്കി നമുക്ക് വേണ്ട കമ്പോണന്റ് 3 ഡയമെൻഷൻ ഉണ്ടാക്കാം. നമുക്ക് ആ 3 കിട്ടുക 2 ഡയമെൻഷൻ. ഇനി ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാനും സിമുലേറ്റ് ചെയ്യാനുമുള്ള അഡ്വാൻസ് ലാബുകളുണ്ട്. അതിൽ 10 കോടി വരുന്ന കട്ടിംഗ് എഡ്ജ് എക്യുപ്മെന്റ്സ്. എനിക്കൊന്നേ പറയാനുള്ളൂ, കേറിവാ മക്കളെ, ഇവിടെ നിങ്ങൾക്ക് സെറ്റാണ്. നിങ്ങളുടെ ലൈഫ് അടിപൊളിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് രാജ്യത്തെ തന്നെ നമ്പർ 1 കോളേജ് എന്ന് പറയുന്നത്. ആ കോളേജ് എന്താണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി. അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. IIT മദ്രാസിന് ഞങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പോവാണ്. കുറേ പേരുണ്ടായിരുന്നു നേരത്തെ, കുറച്ച് പേരൊക്കെ ഓരോരോ പരിപാടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അവസാനം ഇവരാണുള്ളത്. ഞങ്ങൾ കുറേ നടന്ന് ഇവിടുത്തെ ഫെസിലിറ്റിയൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ ഒരു നോർമൽ എഞ്ചിനീയറിംഗ് കോളേജ് വരെ 600 ഏക്കറിലായിട്ട് ഇത്രയും വലിയ കാടിനകത്തൊരു ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ക്യാമ്പസ്. എല്ലാ ഫെസിലിറ്റിയും കണ്ടതിൽ നിന്ന് ഞാൻ മോട്ടിവേറ്റഡ് ആണ്. ഇനി 2 മാസമാണ് സമയമുള്ളത് JEE മെയിൻ 2026. ഇവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ആകാശിൽ നിന്ന് തുടങ്ങാം. ആകാശ്, എന്തൊക്കെയാണ് പറയാനുള്ളത്? സോ ഹായ്, എൻ്റെ പേര് ആകാശ്, IIT മദ്രാസിലെ 3rd ഇയർ വിദ്യാർത്ഥിയാണ്. സോ എനിക്ക് പറയാനുള്ളത്, സാറ് പറഞ്ഞ പോലെ ഇനി 2 മാസമേ ഉള്ളൂ. നിങ്ങളുടെ മോട്ടിവേഷൻ പറയുന്നത് ഈ ഒരു ക്യാമ്പസിലെ ഫെസിലിറ്റീസ്, അതുപോലെ ഈ ഒരു എക്സ്പോഷർ, നിങ്ങൾക്ക് ലൈക്ക് ഈ ഒരു JEE കിട്ടിയ എന്താണ് വെർത്തായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണാം, ലൈക്ക് ഈ വീഡിയോസിലൂടെ എല്ലാം കണ്ടു കാണാം. സോ അത് തന്നെയാണ് നിങ്ങളുടെ മോട്ടിവേഷൻ. കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അതിനുള്ള റിസൾട്ട് ഉറപ്പായും കിട്ടിയിരിക്കും. പിന്നെ ഫൈനലാകുമ്പോൾ നമ്മൾ കൂടുതൽ ലൈക്ക് എന്താ പറയുക, തിയറി ഫോക്കസ് ചെയ്യാതെ കൂടുതൽ മോക്ക് ടെസ്റ്റ് എഴുതുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് ഉറപ്പായും കിട്ടിയിരിക്കും. സോ അതൊക്കെ എനിക്ക് പറയാനുള്ളത്. ഈ സമയത്ത് എല്ലാവരും ഡിമോട്ടിവേറ്റഡ് ആയിരിക്കും. നിങ്ങൾ മാത്രമല്ല ഡിമോട്ടിവേറ്റ്, പക്ഷേ ഇത് എക്സാം എഴുതുന്ന എല്ലാവരും ഡിമോട്ടിവേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് പഠിക്കുന്നതാണ് ഡിഫറൻസ് ശരിക്കും. ഇത്രയും പേര് കഴിഞ്ഞ പ്രാവശ്യം എത്തിയ കുറേ ആളുകളുണ്ട്. കുറച്ച് പേര് വരാനുണ്ടായിരുന്നു. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൊക്കെ. അപ്പം അടുത്ത വർഷം ഇതിനേക്കാൾ ഇരട്ടി ആളുകൾ വരാൻ പോവാണ് സൈലത്തിലൊക്കെ ആയിട്ട്. സൈലത്തിലെല്ലാം ഇത് കാണുന്ന ആരായാലും കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ നമ്പർ 1 കോളേജിലേക്ക് നിൽക്കും എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് JEE നിങ്ങൾക്ക് നൽകുക, JEE അഡ്വാൻസ്. അപ്പൊ അതിനുവേണ്ടി അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ് അല്ലേ. അപ്പൊ താങ്ക് യു. എങ്ങനെ ഞങ്ങൾ ഇത്രയും വലിയൊരു ക്യാമ്പസ് കയറി കാണാനുള്ള അവസരം, എൻ്റെ ഏറ്റവും ഡ്രീം ഒരു ക്യാമ്പസാണ് IIT എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കയറി കാണാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കാരണമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഇനി കാണുന്നവർ കാരണം അടുത്ത വർഷം എനിക്ക് എന്ത് ചെയ്യണം, നിങ്ങളെല്ലാം കാരണം വീണ്ടും എനിക്ക് എന്ത് ചെയ്യണം, വരാൻ പറ്റണം. അപ്പം വീണ്ടും കാണും.